പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പാചക വീഡിയോ ആണ് കാണിക്കുന്നത്. കുമ്പത്തിൽ ഞങ്ങൾ നടാൻ വെച്ച ചേന വിത്തുകളിൽ ഒന്നിൽ ഒരു പൂവുണ്ടായി. അത് വെച്ച് നമുക്കൊരു ചേനപ്പൂ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചേനയുടെ പൂവ് വിടരുന്നതിന് മുമ്പ് തന്നെ കറി വെക്കണം, അല്ലെങ്കിൽ അത് കേടായി ദുർഗന്ധമുണ്ടാകും. ചേനയുടെ പൂവ് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിലോട്ട് ശകല ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഈ ചേനയുടെ പൂവുമൊക്കെ നമ്മൾ ഒന്ന് അതിലേക്ക് ശകല നേരം മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ പച്ചമുളക്, ശകലം ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം ചേനയുടെ പൂവ് നമ്മൾ കഴുകി ഒന്നും കൂടെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുത്ത പൂവ് നമുക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ ഒരു ചട്ടിയിലാണ് ഇത് കറി വെക്കുന്നത്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് സവോള വഴറ്റുക. അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. എന്നാൽ നമ്മൾ മറ്റുള്ള തോരനൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇതുപോലെ വഴറ്റി ഒന്ന് എടുക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വറ്റൽമുളകും കറിവേപ്പില ഇട്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. സവോളയൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ഉപ്പിടുക. ഇങ്ങനെ നല്ല ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റി നല്ല ഒരു പരുവായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് പെരുംജീരകത്തിൻ്റെ മസാല, പിന്നീട് നമ്മൾ കറി മസാല ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഞാൻ ശകലം, ഇതൊരു മസാലക്കറി ആയതുകൊണ്ട് ഞാൻ ശകല ഉരുളക്കിഴങ്ങും കൂടെ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി അതിൻ്റെ അകത്ത് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കുക. ഇതെല്ലാം നന്നായിട്ടിട്ട് വഴറ്റി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് വഴറ്റുക. അതിനുശേഷം ഇതൊന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടത് കൊണ്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചേനപ്പൂവും കൂടെ അതിലേക്ക് ഇടുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഈ മസാലകളും ഈ ചേനപ്പൂവും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, വേണമെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമ്മളൊന്ന് വേവിക്കുക. ഈ കറി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഒരു 2-3 ഏലക്ക അതിൽ ചേർക്കുക. ചേർത്ത് ഒന്നും കൂടെ വഴറ്റി അടച്ച് നല്ല വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രത്തിൽ മാറ്റാവുന്നതാണ്.